ഹലോ, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം കേട്ടോ. ഞാനൊരു പച്ചപ്പയറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. അപ്പം എല്ലാവർക്കും അറിയാതിരിക്കാം പച്ചപ്പയർ. വ്യത്യസ്തമൊന്നുമില്ല. നമുക്ക് അതിലേക്ക് കടന്നാലോ? ഇത് ഉള്ളിയാണ്, ചെറിയ ഉള്ളി. ഒരു കൈപ്പിടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ചതച്ച് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. 4 പച്ചമുളക്. ഇത് എരിവുണ്ട് ഇതിന്, അതാണ് ഞാൻ 4 എടുത്തത്. എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്താൽ കേട്ടോ. കറിവേപ്പില, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പം ഇത്രയൊക്കെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു പച്ചപ്പയർ വറുത്ത് തന്നെ ഉണ്ടാകും. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത്തിരി കറിവേപ്പില ഇട്ടു. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചതച്ച വെളുത്തുള്ളിയാണ്. ഒന്ന് മൂക്കട്ടെ. മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമുളക് 4 പച്ചമുളകാണ് ചതച്ചിട്ടേക്കണത്. എരിവുള്ളതാണ്. അതൊന്ന് മൂക്കട്ടെ. മൂത്തിട്ടുണ്ട്. ഉള്ളി ചതച്ച ഉള്ളിയാണ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. സവാളയ്ക്ക് പകരം ഉള്ളി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ പോരാ, നന്നായിട്ട് വഴണ്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. അല്ല, എല്ലാവരും എരിവിനനുസരിച്ച് ഇട്ടോളൂ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സാക്കി നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് പച്ചപ്പയർ ആഡ് ചെയ്യാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ചിട്ടാൽ മതി. അതൊന്ന് വെന്ത് ചുരുങ്ങി വരുമ്പോഴത്തേനും ഉപ്പ് കൂടും. ശരിയായി. അപ്പം നമ്മുടെ പച്ചപ്പയറൊക്കെ എല്ലാം വാടി വന്നിട്ടുണ്ട്. ഈ പരുവായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എന്നല്ല, എല്ലാവർക്കും അറിയത്, എന്നാലും ഞാൻ വെറുതെ ഒന്ന് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.